ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബിഗിനേഴ്സിൻ്റെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ ഓർഗാനിക് ഹെന്ന കോൺസ് യൂസ് ചെയ്ത് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായി പോകുന്നത്, കോണൊക്കെ ഇടയ്ക്ക് സ്റ്റക്കായി പോകുന്നുണ്ട്, എന്നാൽ അതിനകത്തുനിന്ന് കോണിനകത്തുനിന്ന് പേസ്റ്റ് ഇങ്ങോട്ട് വരുന്നില്ല, എത്ര നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്താലും കോണിനകത്തുനിന്ന് പേസ്റ്റ് വരുന്നില്ല, എന്തുകൊണ്ടാണെന്ന്. കാരണം ഇത് ബിഗിനേഴ്സിനാണ് ഈ പ്രോബ്ലം ഉണ്ടാവാറുള്ളത്. ബിഗിനേഴ്സ് ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിരിക്കും. അവർക്ക് സോക്സിൽ കൂടെ ഒക്കെ അരിച്ചിട്ട് എല്ലാം അടിപൊളി പേസ്റ്റൊക്കെ ആയിരിക്കും. പക്ഷേ കോണിനകത്തുനിന്ന് സാധനം വരുന്നില്ല. എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട്, ബിഗിനറായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോണിനകത്ത് ഫില്ല് ചെയ്യുമ്പോൾ, അതായത് പേസ്റ്റ് ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എയർ കുടുങ്ങുന്നതാണ് ഈ പ്രശ്നം വരുന്നത് കേട്ടോ. ഈ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഈ പേസ്റ്റിൻ്റെ ഇടയ്ക്ക് എയർ കയറും. അതുകൊണ്ടാണ്. അപ്പോൾ ആ എയർ കയറുമ്പോൾ നമുക്ക് ആ പേസ്റ്റ് അതിൽ നിന്ന് കോണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോരില്ല. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ കോണ് റോള് ചെയ്യുമ്പോൾ നമ്മൾ ആ ടിപ്പിൽ ഒരു ഹോൾ ഇടണം. നമ്മൾ ഒരു 0.5 mm വെച്ചിട്ടുള്ളൊരു പിന്നോ അല്ലെങ്കിൽ 0.38 ഒക്കെ വെച്ചിട്ടുള്ളൊരു പിന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു ഹോള് ആ പിന്ന് വെച്ചിട്ട് വേണം ഇത് റോൾ ചെയ്യാൻ. അതാകുമ്പം നമ്മൾ റോൾ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഹോൾ ഉണ്ടാവും. ഓൾറെഡി നമ്മൾ ബിഗിനേഴ്സിൻ്റെ സീരീസിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് റോൾ ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായിട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ അത് കാണാത്തവർക്കാണ് മെയിനായിട്ട് ഇങ്ങനെ ഡൗട്ട്സ് വരുന്നത്. അതിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഹോളിടുമ്പോൾ നമ്മൾ എന്നിട്ട് കോണിനകത്ത് ഇത് ഫില്ല് ചെയ്യുക, പേസ്റ്റ് ഫില്ല് ചെയ്യുക. എന്നിട്ട് സീല് ചെയ്യുന്നതിന് മുന്നേ ആ നമ്മുടെ പേസ്റ്റ് എല്ലാം കൂടെ താഴോട്ട് സ്ക്വീസ് ചെയ്തിട്ട് താഴോട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഈ ഹോളിൽ കൂടി ഹെന്ന പേസ്റ്റ് പുറത്ത് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ഫൈനൽ സീലിങ് ചെയ്യാവുള്ളൂ. അതായത് ആ ടോപ്പ് ഭാഗത്ത് സീൽ ചെയ്യാവുള്ളൂ, ഫുള്ളായിട്ട് സീൽ ചെയ്യാവുള്ളൂ. അപ്പം ഈ താഴത്തെ നമ്മുടെ ടിപ്പിൽ കൂടി ഹെന്ന പേസ്റ്റ് ചെറിയ തിന്നായിട്ട് പേസ്റ്റ് പുറത്ത് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, സീൽ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവിടെ ആ ടിപ്പ് സെല്ലോ ടേപ്പ് കൊണ്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. സെല്ലോ ടേപ്പ് കൊണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പിന്ന് വെച്ചിട്ടും നമ്മൾ ആ കോണ് റോൾ ചെയ്യാൻ യൂസ് ചെയ്ത പിന്നില്ലേ, അത് വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്ത് ക്ലോസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നെ ആകുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റീലല്ലേ. അപ്പോൾ നമ്മൾ കുറേ നാൾ കഴിയുമ്പം ഈ ഹെന്ന പേസ്റ്റ് ആ ടിപ്പിൽ അവിടുത്തെ ആ പിന്നിൻ്റെ ആ സ്റ്റീലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു ബ്ലാക്ക് കളറാകും ആ പേസ്റ്റ്. അപ്പോൾ അത്രയും പേസ്റ്റ് അതിന് ആ സ്റ്റെയിൻ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അവോയ്ഡ് ചെയ്തിട്ട് ഈ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുന്നത് അടിയിൽ ഇതാക്കാൻ വേണ്ടിയിട്ട്, സീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ടിപ്പിൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നല്ല രീതിയിൽ സീൽ ചെയ്യുക. ഇത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ക്ലിയറായിട്ട് നമ്മൾ മറ്റേ വീഡിയോ ബിഗിനേഴ്സിൻ്റെ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് പോയി കാണുക കേട്ടോ. നിങ്ങൾ ആ വീഡിയോസ് ഞാൻ അത്യാവശ്യം നല്ല ലെങ്തി വീഡിയോസാണ്, അതും എനിക്കറിയാം. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ക്ലിയറായിട്ട് പറയുന്നത് കൊണ്ടാണ് ആ വീഡിയോസ് ലെങ്തി ആകുന്നത്. പക്ഷേ നിങ്ങൾ കാണാതിരിക്കരുത്. ആ വീഡിയോസ് കാണാത്തത് കൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ കുഞ്ഞു ഡൗട്ട്സ് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ അതെല്ലാം കാണാം കേട്ടോ. ഇപ്പം ഏകദേശം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കോണ് ഫില്ല് ചെയ്യുന്നത്. ബിഗിനർ ആയതുകൊണ്ടാണ്, നമ്മൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് എക്സ്പേർട്ട് ആകും കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ കോണ് ഫില്ല് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ആ കറക്റ്റ് കോണിൻ്റെ ഉള്ളിൽ തന്നെയാണോ ഫില്ല് ചെയ്യുന്നത്, അതോ അപ്പുറത്തെ ലെയറിലാണോ ഫില്ല് ചെയ്യുന്നത്, അതൊക്കെ നോക്കണം. ചിലപ്പം നമ്മളിങ്ങനെ കോണ് റോൾ ചെയ്ത് വരുമ്പോൾ പല ലെയേഴ്സ് ആവുമല്ലോ. അപ്പം അതിൻ്റെ വേറെ ലെയറിൻ്റെ ഇടയിൽ കൂടെ കൊണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതും പ്രശ്നമാവും. അപ്പം അതൊക്കെ ബിഗിനേഴ്സിന് വരുന്ന കുഞ്ഞു പ്രശ്നങ്ങളാണ്, അതൊക്കെ മാറും. പക്ഷേ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഏകദേശം എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പോൾ ഇനി നമ്മുടെ പ്രൊഡക്ട്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഓൾറെഡി ബിഗിനേഴ്സിൻ്റെ ഡൗട്ട്സൊക്കെ ഇങ്ങനെ ഓരോന്ന് ക്ലിയർ ചെയ്ത് വീഡിയോസ് ഇടുന്നുണ്ട്, ചെറിയ വീഡിയോസായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് പിന്നെയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഏതെങ്കിലും വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ.